പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ചർച്ച നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരാൻ പോവുകയാണ്. വളരെ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിനിടയിൽ നിരവധി സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ഇസ്ലാം ഏത് എന്ന കാര്യത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളമായി ചില പുതിയ വാദങ്ങളുമായി ചില ആളുകൾ രംഗപ്രവേശം ചെയ്തുകൊണ്ട് സംവാദങ്ങളിലും ഖണ്ഡനങ്ങളിലുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പരിചയപ്പെടുത്തുന്ന നാളിതുവരെ നമ്മൾ പിന്തുടർന്നു പോന്ന യഥാർത്ഥമായ ദീന് അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തന്നെയാണ്. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതും അതിന്റെ നേതൃത്വം അവരുടെ ജീവിതത്തിൽ പകർത്തുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ. പക്ഷെ അതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ചില പുത്തൻവാദികൾ 1900ന്റെ തുടക്കങ്ങളിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അന്നു മുതൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് കാര്യങ്ങൾ നോക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരാളെ തക്ലീദ് ചെയ്യുകയല്ല. ഒരു പ്രശ്നമുണ്ടെങ്കിൽ നേരെ ഖുർആനിലേക്ക് നോക്കുക, ഹദീസിലേക്ക് നോക്കുക, എന്നിട്ട് നമ്മൾ കാര്യം ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് മദ്ഹബുകളെ പരിഹസിക്കുകയും ഇമാമുമാരെ തള്ളിപ്പറയുകയും ചെയ്ത ആളുകൾ ഇന്ന് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോ അനവധി മാറ്റങ്ങൾ അവരിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശമൊക്കെ മദ്ഹബിന്റെ ഇമാമുമാരെ ഒക്കെ പേര് പറയുമ്പോ ഒക്കെ റളിയല്ലാഹു തആല അൻഹു അതല്ലെങ്കിൽ റഹിമഹുല്ലാ എന്നൊക്കെ പറയാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഇമാം എന്നും കൂട്ടി പറയാൻ തയ്യാറായിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്നൊക്കെ അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് തന്നെ നമുക്കിന്ന് കേൾക്കാൻ കഴിയുന്നു. അൽഹംദുലില്ലാ. എന്തിനേറെ പറയുന്നു, ബഹുമാനപ്പെട്ട നമ്മുടെ മശായിഖന്മാരുടെ പേര് പോലും ഉച്ചരിക്കുന്ന സമയത്തൊക്കെ അദ്വൈത സിദ്ധാന്തത്തിന്റെ വക്താക്കളായി അവരൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിന്റെയും അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിന്റെയും ഒക്കെ പേരുകൾ ഇന്ന് അവർ ഉച്ചരിക്കുന്ന സമയത്തൊക്കെ റഹിമഹുല്ലാ അല്ലെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി അതല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാൻ ഇന്ന് ആ വിഭാഗം തയ്യാറായിരിക്കുന്നു എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇനി അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു എന്ന് അംഗീകരിക്കുന്ന മുജാഹിദ് വിഭാഗം, അതിന് നേതൃത്വത്തിനൊന്നും ആ ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല. ആ വിഭാഗം അവർ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ അവരിവിടെ പ്രചരിപ്പിച്ച, അവരിവിടെ
ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച യഥാർത്ഥമായ ദീനിനെ പുൽകാൻ തയ്യാറായാൽ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാകും. അല്ലേ? മുമ്പ് അവർ മോശക്കാരായതുകൊണ്ട് അവർ അംഗീകരിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത്. അദ്വൈത സിദ്ധാന്തത്തിന്റെ വക്താക്കളാണ്, അവര് ദീനിലില്ലാത്ത കാര്യം കടത്തിക്കൂട്ടുന്ന ആളുകളാണ് എന്ന നിലക്കായിരുന്നു അവരെ അകറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞിരുന്നത്. കാലക്രമേണ അവരുടെ മഹത്വം, നമ്മളെ മാല കൊണ്ടൊക്കെ ഉള്ളൊരു സുഖാണല്ലേ, മാല എന്തിനാണ് ഈ മാല പാടുന്നു, ആരാണ് മുഹിയുദ്ദീൻ ഷേഖ് എന്നൊക്കെ അദ്വൈത സിദ്ധാന്തത്തിന്റെ വക്താവല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളുകൾ നമ്മൾ മാല നിൽക്കാതെ പാടിയപ്പോ എന്തുണ്ടായി? ഈ മാലയിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായി അതുമായി അവർ മനസ്സിലാക്കുകയും അവർക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ശിർക്കാണെന്ന് പ്രചരിപ്പിക്കുകയും അതുമൂലം ആ ഓരോ വിഷയങ്ങളെടുത്ത് നമ്മൾ ഖണ്ഡന മണ്ഡന പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ സംവാദങ്ങളും ഒക്കെ നടത്തിയപ്പോ ഇല്ല, ഈ ആളുകളൊക്കെ മഹാന്മാരാണ് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊക്കെ കൃത്യമായി കുറച്ചൊക്കെ പ്രായമായ ആളുകൾക്കൊക്കെ അറിയാം, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെക്കുറിച്ച് ഇവരുടെ വാദം എന്തായിരുന്നു? ഇന്ന് ഇവരുടെ സദസ്സുകളിൽ മഹാനവറുകളുടെ പേരുച്ചരിക്കുമ്പോ നമ്മളെക്കാൾ ആദ്യം വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തമായ രൂപത്തിൽ തെർലിയത്ത് ചെല്ലാനും അതുപോലെ തന്നെ മറ്റുമൊക്കെ പുകഴ്ത്താനുമൊക്കെ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇമാമുമാരെ പരിപൂർണമായും തള്ളിക്കൊണ്ട് ഒരു ദീന് ഇവിടെ നിലനിൽക്കുകയില്ല എന്ന വിശ്വാസത്തിലേക്ക് ഇന്ന് അവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇന്ന് പ്രത്യേകമായി അവരിലുണ്ടായ പുതിയ ഒരു വിഭജനത്തെക്കുറിച്ച്, പുതിയതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ആശയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവരുടെ പുതിയൊരു പുസ്തകം അൽ ഇസ്ലാഹ് മാസികയിൽ ഇവര്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, പിഞ്ഞാണമെഴുത്തിന് എഴുതി കുടിക്കുന്നതിനെയൊക്കെ പരിഹസിച്ചിരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ, സൂറത്തുകളൊക്കെ നമ്മൾ എഴുതി പിഞ്ഞാണമെഴുതി കുടിച്ചിരുന്ന സമ്പ്രദായത്തെ പരിഹസിച്ചിരുന്ന ആളുകൾ പിഞ്ഞാണമെഴുതി കുടിക്കുക മാത്രമല്ല കുളിക്കണം എന്നുകൂടി പറയുന്ന ഭാഗങ്ങൾ ഇവരുടെ പുതിയ പുസ്തകത്തിലുണ്ട്. പിഞ്ഞാണ എഴുതി കുളിക്കണം, പിഞ്ഞാണ എഴുതിയിട്ട് കഴുകണം കൈ. ഇപ്പൊ കൈയിന് പ്രശ്നമാണെങ്കിൽ കൈ കഴുകുക, പിഞ്ഞാണം എഴുതിയിട്ട് എവിടെയാണോ പ്രശ്നമെങ്കിൽ അവിടെ കഴുകിക്കളയണം. പിഞ്ഞാണം എഴുതി കുടിക്കുക മാത്രമല്ല പിഞ്ഞാണം എഴുതി കുളിക്കുക തന്നെ വേണം എന്ന പുതിയ ആശയവും അവരിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം അവർ നമ്മളെ ഖുറാഫാത്തിന്റെ ആളുകളായി, ഖുറാഫികളായി അവർ പരിചയപ്പെടുത്തിയിരുന്നോ അതേ ആശയങ്ങൾ നമ്മെക്കാൾ ശക്തമായ രൂപത്തിൽ ഇന്ന് അവർ എഴുതുകയും അതിനെ പരിഹസിക്കുന്ന ആളുകളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം സംഘടിത സക്കാത്തും മതസംഘടനകളും, സക്കാത്തിന്റെ സംഘടനാവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങി അൽ ഇസ്ലാഹ് മാസികയിൽ പുതിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി മുജാഹിദിന്റെ ഒരു വിഭാഗം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സക്കാത്തിന്റെ സംഘടനാവൽക്കരണം അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘടനകളാണ് സക്കാത്ത് പിരിക്കേണ്ടത്, സംഘടനകൾക്ക് അധികാരമുണ്ട് എന്ന വാദം അത് തികച്ചും അനിസ്ലാമികമാണ്, അത് ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി ഇത് സ്ഥാപിക്കുന്നുണ്ട്. അവരങ്ങനെ സംഘടനകൾ വേണമെങ്കിൽ പിരിക്കാം, അവർ പിരിക്കുന്നതിന് വിരോധമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, അതിന് അധികാരമുണ്ട് എന്നവരുടെ വാദം അത് 100% തെറ്റാണ്. തുടങ്ങി സംഘടനകൾ പിരിച്ചെടുക്കുന്ന സക്കാത്തുകൾ കൃത്യമായി ആളുകളെ എത്തിക്കുന്ന കാര്യത്തിൽ ആരും തന്നെ തൽപരരല്ല. അവർക്ക് മുമ്പിൽ അപേക്ഷകൾ നൽകുന്ന ആളുകൾക്ക് മാത്രം, യാചിക്കുന്ന ആളുകൾക്ക് മാത്രം പിച്ചച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നത് പോലെ പിച്ചച്ചട്ടിയുമായി അവരുടെ മുമ്പിൽ വന്ന് യാചന നടത്തുന്ന ആളുകൾക്ക്, അപേക്ഷ നൽകുന്ന ആളുകൾക്ക് മാത്രം ചില തുട്ടുകൾ ഇട്ടുകൊടുക്കുന്നതിനപ്പുറം സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരിത് ദുർവിനിയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവര് തന്നെ തുറന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒറ്റ മൂലികയായി അവർ പറയുന്നത്
ആരാണോ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥൻ, അവൻ ആർക്കാണോ സക്കാത്ത് നൽകേണ്ടത് അവരെ തെരഞ്ഞു പിടിച്ചു കൊടുക്കുക വേണ്ടത്. വളരെ വിശദമായി ഇത് ലേഖനങ്ങൾ 1-2 ലേഖനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ അവരുടെ ആളുകൾ കൃത്യമായി ഇന്ന് ഈ പുസ്തകങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ പേരിലല്ലേ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്? നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്, എല്ലാം പാടെ കൂട്ടി ഒരു പൂളാക്കി ഒരു സംഘടന വാങ്ങി സംഘടനയിലേക്ക് കൊടുത്ത് സംഘടനയിൽ റെസീറ്റ് എഴുതി വാങ്ങി സംഘടനയാണ് വിതരണം ചെയ്യേണ്ടത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘടനയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവരൊക്കെ സംഘടനാ പ്രസിഡന്റും സെക്രട്ടറിമാരും അത്ര വാങ്ങിയിരുന്നത്. ഈ രൂപത്തിൽ നമ്മൾ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. പൊതുജനങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധ ദീനിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കളവ് കെട്ടിവെക്കുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നതെന്ന് തുറന്ന് സമ്മതിക്കുന്ന ഭാഗങ്ങൾ പോലും ആ ലേഖനത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോന്നും അക്കമിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് നിങ്ങൾക്ക് മുമ്പിൽ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയ നിവാരണത്തിനുള്ള അവസരവും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകും. ഏതായാലും പൊട്ടിപ്പിളന്ന് തകരുന്നതിന്റെ വക്കത്തെത്തി നിൽക്കുന്ന, തകർച്ചയുടെ പരമാവധി എത്തി നിൽക്കുന്ന ഈ വഹാബീസത്തിന്റെ തകർച്ചക്ക് ഒരിക്കൽ കൂടി കാരണമാവുകയാണ് ഇവരുടെ പുതിയ വാദം. ഇനി തകരാനൊന്നും വാക്കില്ല. തകർന്ന് തരിപ്പണമായത് ഇനി നാമാവശേഷമാകാൻ പോവുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൃത്യമായി ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അപജയം ഇവരിൽ സംഭവിച്ചത്? മഹാന്മാരായ സഹാബത്തിനെയും അതുപോലെ തന്നെ താബിഈങ്ങളെയും താബിഈങ്ങളെയും അതുപോലെ തന്നെ ഇമാമുമാരെയും ഒക്കെ പരിഹസിക്കുകയും അവരെയൊക്കെ നമ്മൾ ഇത്തിബാഅ് ചെയ്യുന്നതിനെയും മദ്ഹബുകൾ തഖ്ലീദ് ചെയ്യുന്നതിനെയും ഒക്കെ വളരെ നഖശികാന്തം വിമർശിച്ചിരുന്ന ഈ ജനവിഭാഗം ഇന്ന് അവരെത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ഒരു വിശദീകരണത്തിലൂടെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തകർന്ന് തരിപ്പണമായി നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഈ മുജാഹിദ് വിഭാഗം ഇനി കേരളക്കരയിൽ പ്രവർത്തിക്കാൻ ഒരു അർഹതയുമില്ലാത്ത വിധം പരമാവധി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അവർക്ക് പറയാനുള്ളത്? അവർ കേരളത്തിൽ അവതരിപ്പിച്ചിരുന്ന പുതിയ വാദങ്ങൾ, നമ്മെ അവര് എതിർത്തിരുന്ന പുതിയ അവരുടെ ആശയങ്ങൾ, ഇതൊക്കെ ഇന്ന് എവിടെ പോയി? എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർക്ക് രംഗപ്രവേശം ചെയ്തിരുന്നത്? ഇന്ന് ആശയങ്ങളൊക്കെ എവിടെ? ഓരോ കാര്യങ്ങളും ഇമാമുമാര് പറഞ്ഞതിലേക്ക്, ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലേക്ക്, മഹാന്മാരായ ഇമാമുമാര് പഠിപ്പിച്ചതിലേക്ക്, കിതാബുകളിലേക്ക് തിരിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന വിശ്വാസം ഇന്നവരുടെ ഹൃദയത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഏതായാലും ഈ മാറ്റം എല്ലാ വിഷയങ്ങളിലും ഓരോ വിഷയം എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാ വിഷയം എടുത്തുകാണ്ട് നിങ്ങളെയൊക്കെ പറ്റിയ അബദ്ധങ്ങൾ നേരെ നോക്കി ഏതെങ്കിലും ഹദീസിന്റെ ഒരു മുറിയോ അല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു ഖുർആനിലെ ആയത്തിന്റെ ഒരു കഷ്ണമോ എടുത്ത് വിശദീകരിക്കുന്നതിന് ബദലായി ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാന്മാരായ ഇമാമുമാര് പറഞ്ഞു വെച്ചത്, അവർ ക്രോഡീകരിച്ചു വെച്ചത്, അത് കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുഴുവൻ പരാജയങ്ങൾക്കും അതൊരൊറ്റ മൂലികയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മദ്ഹബിന്റെ വഴികളിലേക്ക്, മഹാന്മാരായ ഇമാമുമാരുടെ പാതയിലേക്ക്, യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ തയ്യാറായാൽ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ നമുക്കറിയില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇമാമുമാരെന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക, അല്ലാതെ ഖുർആനിൽ എന്താണ് എന്ന് നോക്കിക്കൊണ്ട് ചെയ്യാനുള്ള അതിനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ ഹദീസ് എന്ത് പറയുന്നു എന്ന് നോക്കിക്കൊണ്ട് ചെയ്യാനുള്ള അത്രമാത്രം ഹദീസുകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കാര്യങ്ങൾ ഗവേഷണം ചെയ്തെടുക്കാനുള്ള അത്രമാത്രം വിശാലമായ ഇൽമ് ഇന്ന് ആളുകളിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുണ്ടായിരുന്ന
ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കാര്യങ്ങൾ കൃത്യമായി കടഞ്ഞെടുക്കാൻ കൽപ്പിച്ച പണ്ഡിത മഹത്തുക്കൾ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമാർ, അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട്. നമുക്കൊക്കെ അതിന് സാധിക്കുമെന്ന നിങ്ങളുടെ അബദ്ധജടിലമായ വിശ്വാസം അത് വലിച്ചെറിഞ്ഞാൽ നിങ്ങൾക്കും സത്യത്തിന്റെ പാണ്ഡാവിലേക്ക് കടന്നു വരാൻ വളരെ നിഷ്പ്രയാസം സാധിക്കും എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തിക്കൊണ്ട്, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ വിപ്ലവ പോരാട്ട രംഗത്തെ അധികായകരായി മാറിക്കൊണ്ടിരിക്കുന്ന മഹാനായ ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി ഉസ്താദിനെ മൈക്കിലേക്ക് സഹർഷം സവിനയം സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ സാന്ദർഭികമായി നമ്മൾ ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യത്തെ ഗൗരവതരമായിട്ട് തന്നെ ചർച്ച ചെയ്യുക എന്നതാണ് ഇവിടെ നടക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബിന്റെ ആമുഖ പ്രസംഗം നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ കടന്നുവന്ന വഹാബിസം ആദ്യകാലത്ത് അവതരിപ്പിച്ച വാദമുഖങ്ങൾ ഓരോന്നായിട്ട് തകർത്തെറിഞ്ഞുകൊണ്ട് തങ്ങൾ സ്ഥാപിച്ചെടുത്ത പുതിയ ചിന്താഗതികളെല്ലാം തന്നെ തെറ്റായിരുന്നു. ഒരു നൂറ്റാണ്ടോളമായിട്ട് കേരള മുസ്ലിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കളവായിരുന്നു, തെറ്റായിരുന്നു, വഞ്ചനയായിരുന്നു, ചതിയായിരുന്നു. അത് പരിശുദ്ധ ദീനിനോട് നടത്തിയ ഏറ്റവും വലിയ കാപട്യമായിരുന്നു എന്ന് മുജാഹിദുകൾ തന്നെ ഒരു വിഭാഗം തുറന്ന് എഴുതാൻ ഈ 2015 സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. 2015 ജനുവരി മുതൽ 2015 ജൂലൈ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഈ 7 മാസക്കാലത്തിനിടയിൽ ഈ നഗ്നമായ സത്യത്തെ വിളിച്ചു പറയാൻ മുജാഹിദിൽ നിന്നൊരു പറ്റം ആളുകൾ അവരുടെ ഔദ്യോഗിക പാക്ഷികമായ മാസികയായ ഇസ്ലാഹ് മാസിക എന്ന് പറയുന്ന മാസിക, അത് ജിന്ന് വിഭാഗം മുജാഹിദുകളുടെ ഔദ്യോഗിക മാസികയായിട്ട് അവർ പരിചയപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും അതങ്ങനെ തന്നെ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്ത ഒരു പത്രമാണ്. ആ പത്രത്തിൽ ഇന്ന് നേരത്തെ നൗഷാദ് സാഹിബ് സൂചിപ്പിച്ച കാര്യം, മതസംഘടനകൾ സംഘടിത സക്കാത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെ തുറന്ന് കാണിച്ചിരിക്കുകയാണ്. മതസംഘടനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹാബികളുടെയും മൗദൂദികളുടെയും ഈ വിഷയത്തിൽ ആശയപ്പൊരുത്തമുള്ള അവരുടെ സംഘടനാ സംവിധാനങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ മതസംഘടനകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ മതസംഘടനകൾ എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുകയും ഏറ്റവും ആദ്യമായിട്ട് മനസ്സിൽ കടന്നു വരികയും ചെയ്യുന്നത്, പൊതുസമൂഹം ആദ്യമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് മതസംഘടന എന്ന നിലക്ക് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെങ്കിലും ഇവർ ഇവിടെ സംഘടിത സക്കാത്തും മതസംഘടനകളും എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2015 ജൂലൈ 3 ഇറങ്ങിയ അൽ ഇസ്ലാഹ് മാസിക, അൽ ഇസ്ലാഹ് മാസികയിൽ അതിന്റെ എഡിറ്റോറിയലും തുടർന്നുള്ള വിശാലമായ വിശദമായ ലേഖനവും സംഘടിത സക്കാത്ത് എന്ന വിഷയത്തിൽ ആ ഒരു കാര്യത്തിൽ 1980-കൾക്ക് ശേഷം അവർ കൊണ്ടുവന്ന ആശയം, അഥവാ സംഘടിതമായി സക്കാത്ത് പിരിച്ചെടുക്കുകയും അത് വിതരണം ചെയ്യുക എന്നുള്ള ആശയം, ആ ഒരു സംരംഭം അത് നടമാടിക്കൊണ്ടിരുന്നത് മുഴുവൻ ഇസ്ലാമിക വിരുദ്ധങ്ങളാണ് എന്നും അതൊരു തട്ടിപ്പിന്റെ ഒരു പുകമുറയുടെ പദ്ധതിയായിട്ടാണ് നടന്നുപോരുന്നത് എന്നും തുറന്ന് എഴുതിയിരിക്കുകയാണ്. ഈ ഒരു തുറന്നു പറച്ചിൽ
ഏത് രൂപത്തിൽ അവർ തുറന്നു പറയുന്നു എന്ന് ഇൻഷാ അള്ളാഹ് അതിന്റെ പല ഭാഗങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വിശദീകരിക്കാം. സംഘടിത സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ ജനങ്ങളെ ആഹ്വാനം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആശയങ്ങളോട് 100% പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു പുതിയ സംവിധാനം കൊണ്ടുവരികയും ജനങ്ങളിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കുവാൻ അധികാരമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കമ്മിറ്റികൾ രൂപീകരിക്കുകയും സക്കാത്ത് സെല്ലുകൾ ഉണ്ടാക്കുകയും അത് മഹല്ല് തലം തൊട്ട് കേന്ദ്ര കമ്മിറ്റി വരെ നീളുന്ന ഒരു ശൃംഖലയായിട്ട് ഒരു ശൃംഖലാ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുജാഹിദ് സംവിധാനത്തിന്റെ 2-3 പതിറ്റാണ്ടുകളായി അവർ നടത്തിയത് മഹാ തട്ടിപ്പായിരുന്നു, വെട്ടിപ്പായിരുന്നു എന്ന് മാത്രമല്ല ശുദ്ധ ഇസ്ലാമിക വിരുദ്ധ, ഖുർആനിക വിരുദ്ധ, പ്രവാചക വിരുദ്ധ, പ്രാമാണിക വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു എന്ന് തുറന്ന് അവരിവിടെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ ഒരുപക്ഷെ അവര് എഴുതിയ ആളുകൾ മുജാഹിദുകളിൽ പുതിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യാർത്ഥം എഴുതിയതായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശയത്തിന്റെ ഭദ്രത അഥവാ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്ന ആശയത്തിന്റെ മഹത്തായ ഭദ്രത ഇതെത്രത്തോളം വെളിപ്പെടുത്തുന്നുണ്ട്, എത്രത്തോളം ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വിശദീകരിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ ലക്ഷ്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന്റെ ഈ ഇസ്ലാഹ് മാസിക ജൂലൈ ലക്കത്തിൽ ഇതിന്റെ കവർ സ്റ്റോറിയുടെ പേര് തന്നെ സംഘടിത സക്കാത്തും മതസംഘടനകളും അതുപോലെ സക്കാത്തിന്റെ സംഘടനാവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെ രണ്ട് ടൈറ്റിലുകളാണ് ഇതിന്റെ കവർ സ്റ്റോറിയിൽ കൊടുത്തിട്ടുള്ളത്. സംഘടന അർഹരെ മാത്രമാണോ പരിഗണിക്കുന്നത്? മെമ്പർഷിപ്പും ഗ്രൂപ്പും കൂടി പരിഗണിക്കുന്നു. ഗ്രൂപ്പുകാരല്ലാത്തവർക്ക് നിഷേധിക്കുന്നു. അറബ് രാജ്യങ്ങളിൽ നിന്ന് അമീറിന്റെ വകയും അമീറയുടെ വകയും, അമീർ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് റൂമിലെ അമീറല്ല കേട്ടോ, മറിച്ച് അവിടെയുള്ള ശൈഖന്മാരുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അറബ് രാജ്യങ്ങളിൽ നിന്ന് അമീറിന്റെ വകയും അമീറയുടെ വകയും ഷെയ്ഖിന്റെയും ഷെയ്ഖയുടെയും പേരിലും കിട്ടുന്ന ദരിദ്രർക്ക് തണലായി നൽകാൻ ആരോ ഏൽപ്പിച്ച ഇഫ്താർ കിറ്റുകളും ചാക്കുകളും എത്രയെത്ര സാധുക്കൾക്കാണ് മെമ്പർഷിപ്പ് ചീട്ടിന്റെ കുറ്റി കൈവശമില്ലാത്തതിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ടത് എന്ന് ഉള്ള ഒരു കൊട്ടേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗം ഈ കവർ സ്റ്റോറിയിൽ ഒരു ചോദ്യമായിട്ട് അവർ കൊടുത്തിരിക്കുകയാണ്. വായനക്കാരെ അല്ലെങ്കിൽ പെട്ടെന്ന് ആകർഷിക്കാൻ അതിന്റെ ഏറ്റവും പ്രസക്തമായ പോയിന്റ് ആയിരിക്കുമല്ലോ കൊടുത്തിട്ടുണ്ടാകുക. ആ വിധത്തിൽ കൊടുക്കപ്പെട്ടതിൽ തന്നെ വളരെ തട്ടിപ്പും വെട്ടിപ്പും അർഹരായ ആളുകളെ നിഷേധിക്കുന്ന വിധത്തിലുള്ള പക്ഷപാതിത്വം നടമാടിയ ഒരു വലിയ ഒരു പദ്ധതിയാണ് മുജാഹിദുകൾ ആറ്റുനോറ്റി കൊണ്ട് അവരിവിടെ കൊണ്ടുവന്ന ഈ കമ്മിറ്റി സക്കാത്തി എന്ന് പറയുന്ന വ്യവസ്ഥ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ രൂപീകരണത്തിന് നിമിത്തമായി കടന്നു വന്ന 1921-22 ഐക്യസംഘം, ഈ ഐക്യസംഘമാണല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് സംഘടിതമായിട്ട് രൂപം പ്രാപിച്ച സംഘടന എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. സമസ്തന്റെ ആൾക്കാർ ഒരിക്കലും സമസ്തയാണ് ആദ്യ സംഘടന എന്ന് പറയുന്നില്ല. ഇവിടെ വഹാബിസം ആദ്യ സംഘടനയുമായിട്ട് കടന്നു വന്നപ്പോൾ അവരിവരെ വിഷലിപ്തമായ ആശയങ്ങളുമായിട്ട് ഊരുചുറ്റിയപ്പോൾ അവരിൽ നിന്ന് പൊതുജനത്തെ സംരക്ഷിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് രൂപീകരിക്കേണ്ടി വന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് അതിന്റെ മുഴുവൻ സാഹിത്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ആദ്യമായിട്ട് കേരളത്തിൽ കടന്നു വന്ന സംഘടന, ആ സംഘടനയെ സംബന്ധിച്ച് 2015 ജനുവരി മാസത്തിൽ ഇവരെഴുതുന്നത് എന്താണ് എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതിൽ പറയാണ് എന്താണ്, മനുഷ്യനിർമ്മിതമായ സംഘടനാ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ, ഇത് മുമ്പൊരിക്കൽ നമ്മൾ ക്ലാസ് റൂമിൽ ചെറിയ തോതിൽ അവതരിപ്പിച്ചതാണ്. എന്നാലും 2015 മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിവേരിനെ മാന്തുന്ന വിധത്തിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് അടർന്നു പോകുന്ന ഒരു വിഭാഗം ശക്തമായ കോളിളക്കം നടത്തിക്കൊണ്ട് പുതിയ പുതിയ പിളർപ്പുകൾ അവരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. അല്ലെ, പുതിയ പുതിയ പിളർപ്പുകൾ പത്രദ്വാര അറിയുന്നത് മാത്രമല്ല, മറിച്ച് സൂക്ഷ്മതയോടുകൂടി അവരുടെ സംഘടനാ സംവിധാനത്തെയും അവരുടെ ആശയപരമായ ഭിന്നിപ്പിനെയും നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ധാരാളമായ പിളർപ്പുകൾ, ചെറുതും വലുതുമായ ഗ്രൂപ്പുകളുടെ പിളർപ്പുകൾ അപങ്കുരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 2015 തുടക്കം മുതൽക്ക് തന്നെ അവർ എഴുതുന്നത് എന്താണ്, മതസംഘടനകൾ മതവിരുദ്ധമാകുന്ന വിധം എന്ന ഒരു ഹെഡിങ്ങിൽ, ഒരു തലവാചകത്തിൽ പറയാണ്,
മനുഷ്യനിർമ്മിതമായ സംഘടനാ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ സങ്കുചിതമായ നിലയിൽ പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മുസ്ലിം സമൂഹത്തിൽ എപ്പോൾ ആരംഭിച്ചു തുടങ്ങിയോ അതോടെ മതാചരണത്തിന്റെ യഥാർത്ഥ പ്രേരക തനിമയും മതം ഉൾക്കൊള്ളുന്ന ആത്മീയ ഭാവത്തിന്റെ തകർച്ചയും ആളുകളിൽ ഉടലെടുക്കാൻ ആരംഭിച്ചു എന്നതാണ് പരമാർത്ഥം. ഇതന്നല്ലേ സമസ്ത ഇത്രയും കാലം പറഞ്ഞത്? വഹാബിസം ആദ്യ സംഘടനയുമായിട്ട് കേരളത്തിൽ എന്ന് കാലുവെച്ചോ അന്നു മുതൽ നമ്മുടെ ഇസ്ലാമിന്റെ ആത്മാവ് കേരളത്തിൽ നിന്ന് നശിപ്പിക്കാൻ ഗൂഢമായ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു എന്ന സമസ്തയുടെ കൃത്യമായ ആരോപണത്തെ ശരിവെച്ചുകൊണ്ട് 2015 ജനുവരിയോടുകൂടി വഹാബിസത്തിന് പുതിയ വെളിപാടുണ്ടായിരിക്കുന്നു. വഹാബിസത്തിന്റെ പേനയുന്തികൾക്ക് പുതിയ വെളിപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് എഴുതുന്നത്? തുടർന്ന് എഴുതുകയാണ്, ഇസ്ലാമിക സമൂഹം എന്ന് മാത്രമല്ല മനുഷ്യ സമൂഹം തന്നെ മൊത്തത്തിൽ സംഘടനാ സംവിധാനത്തെപ്പറ്റി ആലോചിച്ചു തുടങ്ങിയതും പരിചയിച്ചതും 19ാം നൂറ്റാണ്ടോടുകൂടിയാണ്. കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ആദ്യമായി നാം പരിചയപ്പെടുന്ന മതസംഘടന കേരള മുസ്ലിം ഐക്യസംഘമാണ്. കേരളത്തിൽ ആദ്യമായി പരിചയപ്പെടുന്ന മതസംഘടന കേരള മുസ്ലിം ഐക്യസംഘമാണ്. ശരിക്കും ശ്രദ്ധിക്കണം, എന്റെ ശ്രോതാക്കൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് ഒരു സമയം കളയാനുള്ള സമയമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. നടമാറിക്കൊണ്ടിരിക്കുന്ന പുതിയ തരംഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധം ശ്രോതാക്കളായ മുഴുവൻ ആളുകളും ഉണ്ടാക്കിയെടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല കുപ്രചാരണങ്ങളും പലതരത്തിലുള്ള പ്രചാരണങ്ങളും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇന്റർനെറ്റ് മേഖലയിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ പ്രതിരോധിക്കുവാൻ നമ്മുടെ അടുക്കൽ മരുന്ന് വേണം. നമ്മുടെ അടുക്കൽ കൃത്യമായ തെളിവുകൾ വേണം. കൃത്യമായ ഉദ്ധരണികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ അനാവശ്യമായ ഒരു ആരോപണമോ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്കത് തിരുത്താം. അല്ലെങ്കിൽ ഉടനെ നിങ്ങൾക്കത് അതിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ ഇടപെടാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ കാര്യത്തിൽ നൽകപ്പെട്ടിരിക്കുകയാണ്. അവരെന്താണ് പറയുന്നത്? ഇവർ സംഘടനയായിട്ട് വഹാബിസം കാലുകുത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന കേരളത്തിന്റെ പ്രശോഭിതമായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് അഭിമാനിക്കാറുണ്ട്. നമ്മൾ സുന്നികൾ പഴയകാലത്തുള്ള ഇസ്ലാമിക കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പ്രതാപത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പറയാറുണ്ട്. പക്ഷേ ഇവർ പറയുന്നതാണ്, നൂറ്റാണ്ടുകളായിട്ട് കേരള മുസ്ലിങ്ങൾ അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലും അതുപോലെ തന്നെ അറിവില്ലായ്മയിലും അപരിഷ്കൃതത്വത്തിലും അങ്ങനെ കുറെ കൂട്ടിയിട്ടുള്ള കുറെ വാക്കുകൾ അവരുടെ ഡിക്ഷണറിയിൽ എന്ന് മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാക്കുകൾ കിട്ടുമല്ലോ. മലയാള ഡിക്ഷണറിയിൽ മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാക്കുകൾ കിട്ടും. അപരിഷ്കൃതർ, അന്ധവിശ്വാസികൾ, അന്ധകാരത്തിലകപ്പെട്ടവർ, എന്തൊക്കെയാണോ ഉള്ളത് വെച്ചാല് പിന്നെ കൂട്ടിയിട്ട് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അനാചാരത്തിന്റെ ആളുകള്, ഇങ്ങനെ പല രൂപത്തിലും അവർ ആക്ഷേപിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയാറുള്ളത്. നമ്മൾ പറയാറുള്ളത് 921 മുമ്പുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയമായ അല്ലെങ്കിൽ മതപരമായ ഉണർവും മതപരമായ സെറ്റപ്പും മതപരമായ ശക്തിയും ഇന്നത്തേതിനേക്കാൾ എത്രയോ ഉന്മേഷത്തോടുകൂടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിന് അടിവരട്ടുകൊണ്ട് മുജാഹിദുകൾ ഇപ്പൊ പറയും 2015 ജനുവരിയിൽ ഇത് ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ്, മുമ്പൊരിക്കൽ വായിച്ചതാണെങ്കിലും, എവിടെയെങ്കിലുമൊക്കെ പ്രാദേശികമായി സ്ഥാപിതമാകുന്ന പള്ളികളും അവയെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്ന മഹല്ല് സംവിധാനങ്ങളുമായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക ഘടനയുടെ ചട്ടക്കൂട്. ആദ്യകാലത്തുണ്ടായിരുന്ന ചട്ടക്കൂടിനെ പറ്റിയാ പറയുന്നത്. അതേസമയത്ത് പിന്നീട് ഇവരുടെ ഈ സംഘടനാ കാൽവെപ്പ്, അതിനെക്കുറിച്ച് ഇവർ പറയാണ്, ഇസ്ലാമിക സമൂഹങ്ങളിൽ ലോകത്തുടനീളം ഇന്ന് കണ്ടുവരുന്ന പല സംഘടനകളെയും പഠനവിധേയമാക്കിയാൽ അവയുടെയൊന്നും സംഘടനാ സംവിധാനങ്ങളുടെയും പ്രവർത്തന രീതികളുടെയും മാതൃക സ്വീകരിക്കപ്പെട്ടത് പ്രവാചക മാതൃകയിൽ നിന്നോ സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ നിന്നോ അല്ലെന്ന കാര്യം സ്പഷ്ടം. സംഘടനകളുടെ ചരിത്രം തന്നെ തുടങ്ങുന്നത് 19ാം നൂറ്റാണ്ട് മുതലാണല്ലോ. നിങ്ങൾ നോക്കണം, ഇവിടെ പ്രവാചക മാതൃകയിൽ നബിദിനാഘോഷമുണ്ടോ, നാരിയത്ത് സ്വലാത്തുണ്ടോ, മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ സമൂഹത്തെ ഒന്നടങ്കം കാഫറും മുർത്തദ്ദും അനാചാരക്കാരും അന്ധവിശ്വാസികളുമാക്കുവാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് ഗ്രൂപ്പുകൾപ്പെട്ട പ്രബലമായ ഒരു ഗ്രൂപ്പിന്റെ ഔദ്യോഗികമായ പത്രത്തിലെ 15ാമത്തെ പേജിലാണ് ഈ പറയുന്നത്, ഇവരുടെ സംഘടനാ സംവിധാനത്തിന് മാതൃകയില്ല, അത് പിൽക്കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ സൃഷ്ടിയാണ്. ചോദിക്കട്ടെ, എങ്കിൽ ആ സംഘടനാ സംവിധാനത്തിലൂടെ ഇവർ അവകാശപ്പെടുന്ന ദീനീ പ്രവർത്തനത്തിന്റെ വിധി എന്താണ്? അതവർ വ്യക്തമാക്കേണ്ട, വഹാബിസം വ്യക്തമാക്കേണ്ടതല്ലേ? നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിലൂടെയുള്ള പുതിയ ദീനീ
പ്രവർത്തനമെന്ന് അവകാശപ്പെടുന്ന നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മതവിധി എന്ത്? അത് ബിദ്അത്താണോ അനാചാരമാണോ പറയണം. നിങ്ങളത് കൃത്യമായി പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംഘടന തികച്ചും ആവശ്യാർത്ഥം അനിവാര്യ സാഹചര്യത്തിൽ രൂപീകരിക്കേണ്ടി വന്ന സംഘടനയാണ്. അത് നേരത്തെ നമ്മളെ കിസ് മാസ്റ്റർ ബഹുമാനപ്പെട്ട അമീൻ കൊരട്ടിക്കര ചോദിച്ചല്ലോ, ഒട്ടകത്തിന്റെ മൂത്രം നജസാണോ എന്ന് ചോദിച്ചല്ലോ. അപ്പൊ നജസാണ്, പക്ഷെ അനിവാര്യ സാഹചര്യത്തിൽ പിന്നെ കുടിക്കാൻ നിബിധങ്ങൾ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവം. അപ്പൊ അനിവാര്യ സാഹചര്യം എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട് എന്നതുപോലെ സാഹചര്യത്തിന്റെ അനിവാര്യതകൾക്ക് വേണ്ടി രൂപപ്പെടുന്നതും അങ്ങനൊരു അനിവാര്യത ഇല്ലാതെ തുടക്കം കുറിക്കുന്നതും തമ്മിൽ വിധികളിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ വീക്ഷണത്തിൽ ധാരാളം വ്യത്യാസങ്ങൾ, അത് ഏതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത പേജിൽ ഇവർ പറയുന്ന ഒരു സംഗതി ഞാൻ വ്യക്തമായിട്ട് വായിച്ചു. അതിന്റെ ആ 2015 ജനുവരി മുതൽക്ക് ആരംഭിച്ച ഈ യുദ്ധം, ഈ എഴുത്തിലൂടെയുള്ള വഹാബികൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹായുദ്ധം തന്നെ വേണമെങ്കിൽ പറയാം. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇത് പിളർപ്പ് പോയി എവിടേക്കെത്തും, തകർന്നു തരിപ്പണമായിട്ട് തുന്നമ്പാടി അല്ലെ, എവിടേക്കാണ് ഇത് പാറിപ്പോവുക എന്നിടത്തേക്ക് എന്ന വിധത്തിലാണ് ഇന്ന് വഹാബിസത്തിന്റെ സകല ഗ്രൂപ്പുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെഴുതുന്നത് നോക്കൂ നിങ്ങൾ. സ്ഥിരപ്പെട്ട പ്രമാണങ്ങളുടെ ഐക്യസംഘം എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിന്റെ കടന്നുവരവ് പ്രമാണങ്ങളിൽ നിലനിൽപ്പില്ലാത്തതാണെന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ പറയാണ്, സ്ഥിരപ്പെട്ട പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിരാക്ഷേപം നിലനിന്നു പോരുന്ന ഇസ്ലാമിക പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുന്ന പ്രവണത മതസംഘടനകൾക്കില്ലേ? അവരുടെ സംഘടന ഐക്യസംഘത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ നിരാക്ഷേപം, ഇതല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നത്, ഇസ്ലാമിക സമൂഹത്തിലെ നിരാക്ഷേപം നടന്നു പോരുന്ന മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യൽ നിരാക്ഷേപം നടന്നു പോരുന്ന കാര്യമാണ്. അതുപോലെ തവസ്സുൽ ഇസ്തിഗാസ നിരാക്ഷേപം നടന്നു പോരുന്ന കാര്യമാണ്. മാലയും മൗലൂദുകളും, അംഗീകരിക്കപ്പെട്ട മാല മൗലൂദ് നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന ആശയങ്ങളാണ്. ഇങ്ങനെ നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന ആചാര അനുഷ്ഠാന വിശ്വാസ സംഹിതകളെ ചോദ്യം ചെയ്യുന്ന പ്രവണതയല്ലേ ഈ സംഘടനാ സംവിധാനം കൊണ്ട് ഇവർ ആരംഭിച്ചത്? ഇത് ചോദിക്കുന്നത് സമസ്തയുടെ ഉസ്താദുമാരല്ല, അതിന്റെ പ്രവർത്തകന്മാരല്ല, അതിന്റെ നേതാക്കന്മാരല്ല, സമസ്തകൾ ഇസ്ലാമിക ക്ലാസ് റൂമിന്റെ ആളുകളല്ല. ഇത് ചോദിക്കുന്നത് സാക്ഷാൽ വഹാബികളിൽ നിന്ന് പുതിയ ഗ്രൂപ്പുമായിട്ട് കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മറുവിഭാഗത്തോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ പൈതൃകത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട്, അതിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട്, തങ്ങളുടെ സംഘടന വഹാബിസം എന്നുള്ളത് സംഘടനാരൂപം പ്രാപിച്ച് കടന്നു വന്നതിന്റെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ടാ പറയുന്നത്. എന്താ പറയുന്നത്? ഒന്നുകൂടി ഞാൻ വായിക്കാം, ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു ചൂടേറിയ ചർച്ചയായിട്ട് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ അത് ശരിക്കും മനസ്സിലാക്കണം. സ്ഥിരപ്പെട്ട പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിരാക്ഷേപം നിലനിന്നു പോരുന്ന ഇസ്ലാമിക പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുന്ന പ്രവണത മതസംഘടനകൾക്കില്ലേ? പ്രമാണങ്ങളോ സലഫിന്റെ മൻഹജോ അല്ല സംഘടനക്കാരുടെ വിഷയം. കണ്ടോ, ഇത് ജിന്നി വിഭാഗത്തിന്റെ ചോദ്യമാണ്. ഈ ജിന്നി വിഭാഗമാണല്ലോ ഇപ്പോ വല്ലാതെ ഹാലിളകിക്കാണ്ട് ബദരീങ്ങൾ ആണ്ടുണ്ടാവുമ്പോൾ ഒരു നോട്ടീസ് ഇറക്കും. പിന്നെ റബീഉൽ അവ്വൽ 12 ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ നോട്ടീസ് ഈ കൊല്ലം ഇറക്കി. ജിന്നി വിഭാഗക്കാരിറക്കിയ ഒരു നോട്ടീസാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബീഉൽ അവ്വൽ 12 മുസ്ലിങ്ങൾ ദുഃഖസാന്ദ്രമായി കണ്ണീർ വാഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ അനുസ്മരിച്ചുകൊണ്ട് കണ്ണീരിങ്ങനെ ഒലിപ്പിച്ച് ഇവിടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഇറക്കി. അങ്ങനെ ഓരോ ഘട്ടത്തിലും നോട്ടീസ് ഇറക്കിയിട്ട് ഈ നോട്ടീസിന്റെ ആൾക്കാരായിട്ട് മാറിയിരിക്കാം. ഈ അടുത്തുണ്ട് അടുത്ത് ഈ മാസം തന്നെ, ഈ മാസം എന്ന് പറഞ്ഞാൽ എന്താണിത്, 27 അന്നാണെന്ന് തോന്നുന്നു. 27 റബീഉൽ അവ്വൽ 27 അന്ന് പകലിന് സുപ്രഭാതം ദിനപത്രം കയ്യിൽ കിട്ടിയപ്പോ അതിന്റെ ഉള്ളിലുണ്ടോ നോട്ടീസ്. അപ്പൊ ജിന്നിന്റെ ആൾക്കാർ ഈ പത്രം വിതരണം ചെയ്യുന്ന ആൾക്കാർക്ക് കാശ് കൊടുത്തുകാണ്ട് അതിന്റെ ഉള്ളിൽ നോട്ടീസ് വെച്ചിട്ടാണ്. അപ്പൊ നോട്ടീസ് വെച്ചിട്ട് വിട പറയുന്ന റമദാനിൽ എന്തൊക്കെ വിലയിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് സുന്നിയാളെ നല്ല കുത്തുകുത്തുന്ന നോട്ടീസ്. എന്നിട്ട് അത് പത്രക്കാർക്ക്, പത്രവിതരണക്കാരെ പൈസ കൊടുത്ത് പാട്ടിലാക്കിയാൽ അവർക്ക് ഏത് പത്രത്തിന്റെ ഉള്ളിലും തിരികെ കയറ്റാൻ പറ്റുമല്ലോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കോലത്തിൽ 2015 ജനുവരി മുതൽക്ക് ആരംഭിച്ച ഇവരുടെ ഈ കളി
ആ കളി ഇപ്പോ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സക്കാത്തിന്റെ വിതരണ രീതിയെ സംബന്ധിച്ചുള്ള ഇസ്ലാം എന്തു പറയുന്നു? സക്കാത്ത് എന്ന് പറയുന്നത് വ്യക്തിഗതമായ ഒരു ഫർദ് ഐനായ ഒരു ഇബാദത്താണ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 3ാമത്തെ സ്തംഭമായിട്ട്, ഒന്ന് ഷഹാദത്ത് കലിമയാണെങ്കിൽ, രണ്ടാമത്തത് 5 നേരത്തെ നിസ്കാരമാണെങ്കിൽ, 3ാമത്തേതാണല്ലോ സക്കാത്ത്, അല്ലെ? 3ാമത്തെ കാര്യമാണല്ലോ സക്കാത്ത്. ആ സക്കാത്ത് അതിന്റെ വിതരണം എങ്ങനെയായിരിക്കണം? സക്കാത്ത് ബാധ്യതപ്പെട്ടവൻ, സക്കാത്തിന്റെ ബാധ്യസ്ഥൻ അഥവാ മുതലിന്റെ ഉടമ, ആ മുതലിന്റെ ഉടമ സ്വന്തമായിട്ട് അവകാശികൾക്ക് നൽകുക, അതാണ് ഒരു രീതി. ഇനി അവന്റെ സ്റ്റെപ്പിനായിട്ട് അവൻ നിയമിക്കുകയും അവന് പിരിച്ചുവിടാൻ പറ്റുകയും അവന്റെ ഉദ്ദേശത്തിനും അവന്റെ ആഗ്രഹത്തിനും അവന്റെ അഭീഷ്ടത്തിനും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ടവരുമായ വക്കീൽ. ശരിക്കും മനസ്സിലാക്കണം, ആരുടെ സക്കാത്താണോ കൊടുക്കുന്നതെങ്കിൽ അയാളുടെ നിയമനത്തിലൂടെ അയാൾക്ക് പിരിച്ചുവിടുവാൻ അധികാരമുള്ള, അയാളുടെ നിർദ്ദേശത്തിന് വിധേയപ്പെട്ട് മാത്രം പ്രവർത്തിക്കേണ്ടുന്ന, അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടുവാൻ സ്വാതന്ത്ര്യമുള്ള രൂപത്തിൽ ഒരു സ്റ്റെപ്പിനി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വണ്ടിക്കൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റെപ്പിനി ആയിട്ടുള്ള ഒരു ടയർ ഉണ്ടാവുമല്ലോ എന്നതുപോലെ. സ്റ്റെപ്പിനി ടയർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടയർ പഞ്ചറായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തൽക്കാലം ഒരു 10 കിലോമീറ്റർ ഓടാൻ വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് എത്തുന്നത് വരേക്കുള്ള ഒരു ഓട്ടത്തിന് പകരം മാറ്റി കൊടുക്കുന്ന ഒന്നാണ് സ്റ്റെപ്പിനി ടയർ എന്ന് പറയുന്നത്. എന്നതുപോലെ അതാണ് വക്കീൽ എന്ന് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, അതിനെപ്പറ്റിയാണ് വക്കീൽ എന്ന് പറയാം. അബ്ദുൽ നാസർ മഅദനിയുടെ കേസ് വിസ്തരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ വാദിക്കാൻ വേണ്ടി ഒരു വക്കീലിനെ ഹാരിസ് ബീരാൻ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അബ്ദുൽ നാസർ മഅദനിയുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുന്നില്ല. മഅദനിക്ക് എന്ത് ചെയ്യുക? അപ്പൊ തന്നെ പിരിച്ചുവിടാം, നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ മറ്റേ ആളെ നിയമിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ രൂപ, അതാണ് വക്കീൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള വക്കീൽ മുഖാന്തരം എന്ത് ചെയ്യുക? വിതരണം നടത്തുക. 3ാമത്തെ രീതിയാണ് ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പരമാധികാരിയാണ്, പരമമായ അധികാരമുള്ള, കേവല അധികാരമല്ല, താൽക്കാലികമായ അധികാരമല്ല, പരമമായ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അധികാരിയെ സംബന്ധിച്ചാണ് ഭരണാധികാരി എന്ന് പറയാം. മഹല്ല് കമ്മിറ്റികൾ ഭരണാധികാരികളല്ല ഈ അർത്ഥത്തിൽ. അതുപോലെ മഹല്ല് കമ്മിറ്റികളാൽ നിയമിതമായ ഖാദിമാരും ഈ അർത്ഥത്തിൽ ഭരണാധികാരികളല്ല, മറിച്ച് പരമാധികാരിയായ ഭരണകർത്താവ്. അതിന് ഗവൺമെന്റ് എന്ന് പറയും, ഇമാം എന്ന് പറയും, സുൽത്താൻ എന്ന് പറയും, രാജാവ് എന്ന് പറയും. ഇങ്ങനെയുള്ള അവരെ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്ന രീതി, അങ്ങനെ അവരെ ഏൽപ്പിക്കലോടുകൂടി തന്നെ ഉത്തരവാദിത്തം തീർന്നു എന്നാണ്. ഏൽപ്പിക്കുമ്പോൾ നെയ്യത്ത് വെക്കണം, നെയ്യത്ത് വെച്ചുകൊണ്ട് ഏൽപ്പിച്ചാൽ തന്നെ ഉത്തരവാദിത്തം തീർന്നു. കാരണം അവർ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളുടെ, രാജ്യത്തെ അവകാശികളായ ആളുകളുടെ പ്രതിനിധി എന്ന ഒരു കാര്യം, ഒരു പ്രതിനിധാനം ഭരണാധികാരിക്കുണ്ടായതുകൊണ്ട് തന്നെ അത് അവകാശികൾക്ക് കൊടുത്തതുപോലെ തന്നെയാണ്. അപ്പൊ അത് അവകാശികളുടെ കയ്യിലെത്തിയാൽ ആ ധനം, സക്കാത്തായിട്ട് കൊടുത്ത ധനം, അത് ഏത് രൂപത്തിൽ ക്രയവിക്രയം നടത്തണം, അതുകൊണ്ട് എന്തൊക്കെ സാമഗ്രികൾ വാങ്ങണം, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് അവർക്ക് തീരുമാനിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണാധികാരിക്ക് സക്കാത്ത് വിതരണത്തിൽ കച്ചവടക്കാരന് കച്ചവടത്തിന്റെ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ ഡ്രൈവർക്ക് വാഹനം വാങ്ങിക്കൊടുക്കുക, അതൊക്കെ ഭരണാധികാരിക്ക് ചെയ്യാം. പക്ഷെ വ്യക്തികൾക്കോ സംഘടനകൾക്കോ മഹല്ല് കമ്മിറ്റിക്കോ SKSF-നോ ISM-നോ ഇങ്ങനെയുള്ള CPM-നോ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം അങ്ങനെയുള്ള സംഘടനകൾ എന്ന് പറയുന്നത് സക്കാത്തിന്റെ ഉടമകളായ, സക്കാത്തിന്റെ ബാധ്യസ്ഥരായ ആളുകളുടെ അവരാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. അവരാൽ തെരഞ്ഞെടുക്കപ്പെടുകയും അവരാൽ പിരിച്ചുവിടപ്പെടുകയും ചെയ്യുന്ന, അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിനനുസൃതമായി മാത്രം പ്രവർത്തിക്കുന്ന, അവരുടെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനൊപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമല്ല. അല്ലേ? ഇതെന്താ ആഗോള പണ്ഡിതൻ എഴുതിയിട്ടുള്ളത്? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശരിക്കും മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ഇതില് ഈ സക്കാത്തിന്റെ സംഘടനാവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതില് ഇവര് അതിനുവേണ്ടി സക്കാത്ത് ഇങ്ങനെ 1970-80കളിലൊക്കെയാണ് ഇവരിത് ഈ സംവിധാനി വഹാബികൾ തുടങ്ങുന്നത്.
ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ റമദാൻ മാസമായിട്ടുണ്ടെങ്കിൽ ഓരോ വീടുകളും കയറിയിട്ട് ഇവരുടെ സംഘടനകൾ വന്നിട്ട് നിങ്ങളെ സക്കാത്ത് തരി എന്ന് പറയും, സക്കാത്ത് തരി. അപ്പോ പാവപ്പെട്ട വിവരമില്ലാത്ത ആളുകൾ എങ്ങനെയെങ്കിലും ഇത് കൊടുത്തു തീർത്ത് ഒഴിവാക്കി കിട്ടണമെന്ന് വിചാരിച്ചാണ് അവരുടെ കയ്യിൽ കൊടുക്കും. വീടൂല, ബാധ്യത വീടൂല. പരലോകത്ത് റബ്ബ് തആലാന്റെ മുമ്പിലുള്ള ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടൂല. സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ഉണ്ടായേക്കാവുന്ന ദുന്യവിയും ഉഖ്റവിയുമായ എന്തെല്ലാം അദാബുകളും ഭവിഷ്യത്തുകളും ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുമോ അത് മുഴുവൻ ഈ ജാതി സംഘടനകൾക്ക് കൊടുത്ത ആളുകൾ ഏൽക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അതാണ് പച്ചയായ യാഥാർത്ഥ്യം. ശരിക്കും മനസ്സിലാക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും സംശയത്തിന്റെ കറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈബന്ധിക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതിൽ ഒരു കാര്യം വിമർശിക്കുന്ന ഇവർ പറയുന്ന ഈ അടിയൊഴുക്കുകളെ വിശദീകരിക്കുമ്പോൾ തന്നെ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു സംഗതി ഇവരുടെ എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സക്കാത്ത് എന്ന് പറഞ്ഞാല് സാധാരണ സക്കാത്ത് ചോദിച്ചു വാങ്ങുക എന്നുള്ളത് ഒരു മോശം ഏർപ്പാടാണ് എന്നുള്ള ഒരു ധാരണ ഈ എങ്ങനെയോ സമൂഹത്തിൽ പടർത്തപ്പെട്ടിട്ടുണ്ട് അല്ലെ. സക്കാത്ത് വളരെ രഹസ്യമായിട്ട് ആരും അറിയാതെ അല്ലെ, സക്കാത്ത് വളരെ രഹസ്യമായിട്ട് ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ വലത്ത് കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ കൊടുക്കുന്നവനാരാണെന്ന് വാങ്ങുന്നവനാരാണെന്ന് കൊടുക്കുന്നവനോ മനസ്സിലാക്കാതെ അത്രയും രഹസ്യമായ വിധത്തിൽ നൽകേണ്ടുന്നതും, സക്കാത്ത് എന്റെ സക്കാത്ത് എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കാനുള്ളവനോട് സക്കാത്തിന്റെ വിഹിതം ആവശ്യപ്പെടുന്നത് യാചനയാണെന്നുമുള്ള ഒരു തരത്തിൽ പല സുഹൃത്തുക്കളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല. സക്കാത്ത് കൊടുക്കുന്നവൻ ചിന്തിക്കേണ്ടത് ഞാനിതാ ഈ സക്കാത്ത് വാങ്ങുന്നവനെ കാരണത്താൽ, സക്കാത്ത് വാങ്ങുന്ന അവകാശി കാരണത്താൽ ഞാൻ നരകത്തുനിന്ന് കഴിച്ചിലായല്ലോ എന്നാണ് അവൻ ചിന്തിക്കേണ്ടത്. സക്കാത്ത് വാങ്ങുന്നവൻ അവന്റെ അവകാശം, അവന്റെ മുതല് അവൻ കൈവശപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു. ഇതിൽ കവിഞ്ഞ ഒരു യാചന എന്ന് പറഞ്ഞൊരു സംഭവമേ സക്കാത്ത് ചോദിക്കുന്നതിലില്ല എന്നുള്ളതാണ് ശരി. അതാണ് ശരി, മറ്റുള്ളതൊക്കെ തെറ്റാണ്. ആ ഒരു ശരി യഥാർത്ഥത്തിൽ ഇവർ ഇതിന്റെ എഡിറ്റോറിയൽ കോളത്തിൽ എഴുതിയത് ഇവിടെ ആദ്യം വായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. തന്റെ സമ്പാദ്യത്തിൽ നിന്ന് സാധുക്കളുടെയും പാവപ്പെട്ടവന്റെയും വിഹിതമായി അള്ളാഹു നിശ്ചയിച്ച അംശം മറ്റാരുടെയും സമ്മർദ്ദത്തിന് വിധേയമാകാതെ സ്വയം തന്നെ ഒരാൾ കൊടുത്തൊഴിവാക്കുക എന്നതാണ് സക്കാത്തിലൂടെ നടക്കുന്നത്. ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരവകാശം എന്ന നിലയിൽ തങ്ങൾക്ക് സ്വീകരിക്കാവുന്നതുമാണത്. സക്കാത്ത് വിഷയത്തിൽ അതിന്റെ ദാതാക്കളിലും ഗുണഭോക്താക്കളിലും ഈ ഒരു ബോധമാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ നൽകുന്നവനെ സംബന്ധിച്ച് നൽകിയതിന്റെ പേരിൽ ഔന്നിത്യബോധമോ സ്വീകരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അധമത്വ ചിന്തയോ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നു. ഇത് നമ്മൾ പണ്ടേ പറയുന്ന സംഗതിയാണ്. മുജാഹിദുകൾ ഈ സംഘടിത സക്കാത്തിന്റെ തുടക്കത്തിന് കാരണമായിട്ട് പറയണമെന്ന് വെച്ചാൽ വ്യക്തിഗതമായിട്ടുള്ള ഈ ശൈലി കൊണ്ട് വ്യക്തികൾക്ക് അഹങ്കാരം വർദ്ധിക്കും, വാങ്ങുന്നവർക്ക് ഒരു തരം ജാള്യത അനുഭവപ്പെടും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഈ ഒരു വഴിയാണ്. അഥവാ കൊടുക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ പരസ്പരം അറിയാതെ ഇടയിൽ ഒരു ഏജന്റ് വർക്ക് ചെയ്താൽ, ഇടനിലക്കാരനായിട്ട് നിന്നാൽ പിന്നെ ആരിൽ നിന്നാണ് സക്കാത്ത് സ്വീകരിക്കുന്നതെന്ന് വാങ്ങുന്നവനും അറിയുന്നില്ല, ആർക്കാണ് തന്നെ സക്കാത്ത് കിട്ടുന്നതെന്ന് കൊടുക്കുന്നവനും അറിയുന്നില്ലല്ലോ. അപ്പൊ അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഒരു വ്യത്യാസം, ഒരു ഉച്ചനീചത്വം വരാത്ത ഒരു നല്ല ഒരു ആശയം ഞങ്ങളുടെ സക്കാത്ത് സംവിധാനത്തിൽ വരുന്നുണ്ട് എന്ന ഒരു രൂപത്തിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ അതിന് പിന്നെ അത് ശരിയല്ല. സക്കാത്ത് എന്ന് പറയുന്നത് അവകാശമാണ്. ആ അവകാശം ചോദിക്കുക എന്നുള്ളത് യാചനയല്ല. അത് അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ യാചനയുടെ ഒരു പരിവേഷം അവിടെ സംഭവിക്കുന്നില്ല എന്ന് ഈ വഹാബികളുടെ അല്ലെങ്കിൽ ഈ ആശയക്കാരുടെ എഡിറ്റോറിയലില് ഒരു പാരഗ്രാഫ് അതിനു വേണ്ടി വിനിയോഗിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് വളരെ ശരിയാണ് എന്ന് പറയുകയാണ്. ശരി പറഞ്ഞാൽ അഭിനന്ദിക്കണം, ശരി പറഞ്ഞാൽ അത് ആര് പറഞ്ഞാലും അഭിനന്ദിക്കണം. അതില് ഇനിയിപ്പോ ഒരു മുജാഹിദ് പറഞ്ഞു അല്ലെങ്കിൽ വേറൊരു സുഹൃത്ത് പറഞ്ഞു എന്നതിന്റെ പേരിൽ നമ്മൾ കളിയാക്കല്ലേ വേണ്ടത്, പരിഹസിക്കല്ലേ വേണ്ടത്, മറിച്ച് അംഗീകരിക്കേണ്ടതിന് അംഗീകരിക്കുക എന്നതാണ് ശരി എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഒരു റിംഗ് ഓടിക്കും മറ്റേ MT അബൂബക്കർ ദാരിമിസ്ഥാന്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് വിശദീകരിച്ചതുപോലെ നിരവധി കാര്യങ്ങൾ ഇവർ സത്യത്തിൽ ഈ പുസ്തകത്തിൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അവര് സത്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിനെ പോലും, വളരെ നിർബന്ധമായ ഒരു കടമയെപ്പോലും അവർ സത്യത്തിൽ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു എന്നാണ്. അവരതിന് പറയുന്നത് തന്നെ ഇതിന് കാരണം കൂനിന്മേൽ കുരു പോലെ പിളർപ്പിനുമേൽ പിളർപ്പും ഗ്രൂപ്പീസത്തിനുള്ളിൽ അണുഗ്രൂപ്പീസവും നിലനിൽക്കുന്നതിനാൽ ദുർബലത ഉള്ളതാവാം. ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും കാരണം ഞാൻ വിശദീകരിച്ച് അവരെ കുറിച്ച് തന്നെ പറയുന്ന പല ഭാഗങ്ങളും കേൾക്കാൻ ഏതായാലും ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് വന്നിട്ട് ഇൻഷാ അല്ലാഹ് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയും ഉണ്ടാകും എന്നറിയിക്കുന്നു. പിന്നെ അതിനിടയിൽ DC ആയിപ്പോയി. ഇതിന് ചെറിയ നെറ്റ് പ്രോബ്ലം ഇവിടെ കാണുന്നുണ്ട്. ഏത് സമയത്തും DC ആവാനുള്ള സാധ്യത മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഇത് ആദ്യം തന്നെ മുൻകൂർ എടുക്കുകയാണ്. നമ്മുടെ നെറ്റിന് എന്തോ ഭയങ്കരമായ കംപ്ലൈന്റ് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല. പറയുമ്പോ 3G പിന്നെ അൺലിമിറ്റഡ് ഇന്നിപ്പോ ഞാൻ രാത്രി 8:15 ചെയ്തിട്ടുള്ളൂ. എന്തോന്നറിയില്ല, എന്തോ ചില പ്രോബ്ലം കാണുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ അപ്പൊ ഇതിലേ ഞാൻ ചുരുക്കി പറയാണ്. ഇപ്പൊ നീണ്ടുപോയി കുറെ. ഇവരുടെ ഈ കമ്മിറ്റി സക്കാത്ത് സംവിധാനത്തെ കുറിച്ച് കുറ്റിപ്പുറത്ത് നടന്ന ഇതിന്റെ രണ്ടാമത്തെ ലേഖനം, എഡിറ്റോറിയൽ പേജ് എഡിറ്റോറിയൽ കഴിഞ്ഞതിന് ശേഷമുള്ള സെക്കൻഡ് ലേഖനം അഥവാ സംഘടിത സക്കാത്തും മതസംഘടനകളും എന്ന വിഷയം. മുരളി സാഹിബിന് അദ്ദേഹത്തിന് ഡോട്ടർ കണ്ട നിങ്ങൾ ആ ഡോട്ടറിനെ ഒഴിവാക്കി കേട്ടോ. ഡോട്ടാരിട്ടതുമാവും. പിന്നെ അപ്പൊ ഇതിൽ പറയാണ്, കുറ്റിപ്പുറത്ത് നടന്ന KNM സംസ്ഥാന സമ്മേളനത്തിൽ സക്കാത്ത് സെല്ലുകൾ സംസ്ഥാന വ്യാപകമായി രൂപീകരിക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. തുടർന്ന് സംഘടിത രീതിയിലുള്ള സക്കാത്ത് ശേഖരണ വിതരണ സമ്പ്രദായം മുജാഹിദ് മഹല്ലുകളിൽ നടപ്പിൽ വന്നു. അല്ലെ, മൈക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ തൊട്ട് താഴെ സുഹൃത്ത്. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മറ്റെന്താ അറിയോ, ഇത് പിന്നെ നമ്മൾ ചർച്ച ചിലപ്പോൾ മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മൈക്ക് കൊടുക്കാട്ടോ. നൂർ ഫൈസി അദ്ദേഹത്തിന് മുരളി എന്ന് പറയുന്ന സുഹൃത്ത് 1 1 2 3 മൈക്ക് തരാം. ഞാനൊരു കുറച്ച് സമയം കൂടി ഒന്നുകൂടെ പറഞ്ഞു തീർത്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മൈക്ക് തരാം. കുറ്റിപ്പുറത്ത് നടന്ന അപ്പൊ കുറ്റിപ്പുറത്ത് ഇവരുടെ KNM സംസ്ഥാന സമ്മേളനത്തോടു കൂടിയുള്ള ഒരു പ്രമേയം അവിടെ മുതൽക്കാണ് അല്ലേ. അത് നിങ്ങൾ പറയില്ല, പേര് മുരളി എന്നായതുകൊണ്ടാണോ എന്നുള്ളത് ഒന്നും ചോദിക്കാം. ഇവിടെ അങ്ങനെയല്ലല്ലോ. അത് ഡോട്ടിട്ടത് ചോദിക്കാനുള്ള സമയം ആയിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, വേറൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ ഡോട്ട് ഒഴിവാക്കി തന്നത് കേട്ടോ. അതാ അവിടെ എഴുതിയിട്ടുണ്ട്, മുരളി ഇപ്പോൾ കൈ പൊക്കരുത് എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്നുള്ള ആ ഒരു നിബന്ധന ാണ് അതിന്റെ പിന്നെ എന്താ പറയാ, നമ്മള് അറബി മലയാളമൊക്കെ പാട് കലർന്നിട്ടാണ് സംസാരം വരിക. എന്താ പറയാ, അതിന്മേലാണ് അതിന്റെ കിടപ്പ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചുരുക്കത്തില് അന്ന് മുതൽക്കാണ് ഇവരിത് ആരംഭിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താ വെച്ചാല്, ഇവര് അന്ന് അതിനുവേണ്ടി ഇവരൊരു പുസ്തകം ഇറക്കുകയും ഒരു ചെറിയ സക്കാത്ത് ശേഖരണവും വിതരണവും ഒരു മാർഗരേഖ KNM കേന്ദ്ര സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ മാർഗരേഖ ഒരു 24 പേജുള്ള ഒരു കൊച്ചു പുസ്തകം അവർ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് സക്കാത്ത് പിരിക്കാനുള്ള അധികാരം, സക്കാത്ത് പിരിച്ചെടുക്കാനുള്ള അധികാരം, പിരിച്ചെടുക്കുവാൻ അധികാരം, അനുവാദം, ഇങ്ങനെ 2 കാര്യങ്ങളായിട്ടാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുവന്നത്. അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അത് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക്, പരമാധികാരിക്കാണ് അധികാരം എന്ന ഇസ്ലാമിക ആശയത്തെ തച്ചു തകർത്തുകൊണ്ട് ഇതിലവർ പറയുന്നത് അധികാരം സംഘടനകൾക്കും ഉണ്ട് എന്നാണ്.
ഇങ്ങനെ തട്ടിക്കൂട്ടപ്പെട്ട സംഘടനകൾക്ക് ജനങ്ങളുടെ സമ്പത്തിന്റെ വിഹിതം പിരിച്ചെടുക്കുവാനുള്ള അധികാരം ഉണ്ട് എന്നാണ്. എന്താണ് ഈ അധികാരം എന്ന് പറഞ്ഞാൽ? അധികാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പിതാവിന് അധികാരമുണ്ട്. ഒരു പഞ്ചായത്ത് ഭരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന് അധികാരമുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തെ നയിക്കുവാനും ഭരിക്കാനും അധികാരമുണ്ട്. അങ്ങനത്തെ ഒരു പവർ കമ്മിറ്റിക്കുണ്ടോ? ഒരു സംഘടനക്കുണ്ടോ? ഇപ്പൊ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന അതിന്റെ പ്രവർത്തകന്മാരൊക്കെ പാട് കൂടിയിട്ട് ഒരു ബൈലോ ഉണ്ടാക്കിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു സംഘടനാ സംവിധാനം തുടങ്ങി. അതിന്റെ പേരിൽ ജനങ്ങളുടെ സക്കാത്ത് പിരിക്കാൻ എന്ത് അധികാരമാണുള്ളത്? അധികാരവുമില്ല, അവകാശവുമില്ല. രണ്ടും അവർക്കില്ല. അധികാരവുമില്ല, അവകാശവുമില്ല. ഖുദ് മിൻ അംവാലിഹിം സദഖ എന്ന് പറയുന്നത് ഭരണാധികാരികളോടുള്ള കൽപ്പനയാണെന്നാണ്. അത് വഹാബികൾ തന്നെ അവരുടെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ അവർ തന്നെ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ കൽപ്പന അവരുടെ സ്വത്തുക്കളിൽ നിന്നും ധർമ്മം അഥവാ സക്കാത്ത് വാങ്ങണമെന്ന കൽപ്പന നബിക്കു മാത്രം ബാധകമായതല്ലെന്നും നബിയുടെ ശേഷം അതതു കാലത്ത് അധികാരസ്ഥന്മാർ അത് വസൂലാക്കേണ്ടതാണെന്നും എല്ലാവരുടെ സ്വത്തിനും ബാധകമാണ് ഈ നിയമമെന്നും ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്ന് അമാനി മൗലവിയുടെ തഫ്സീർ 1354 പറയുകയാണ്. 2ാം വോള്യം 1354 പേജ്. അപ്പൊ അധികാരമുള്ളത് അധികാരസ്ഥന്മാരായ ഭരണകർത്താക്കൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ളതാണ് ഖുദ് മിൻ അംവാലിഹിം സദഖ. അത് പൊതുജനങ്ങൾക്കോ വ്യക്തികൾക്കോ അങ്ങനെ ഒരു അധികാരമല്ല. ഇപ്പൊ കട്ടോന്റെ കൈ മുറിക്കുക, വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ല. ഇപ്പോ ഇവിടെ നമ്മുടെ ഇയാളിപ്പോ തൂക്കുകയറിൽ കൊന്നല്ലോ. ആരെപ്പോ കൊന്നത്? നമ്മളെ യാക്കൂബ് മേമനെ തൂക്കുകയറിൽ കൊല്ലാൻ ഇവിടെ വ്യക്തികൾക്ക് അധികാരമുണ്ടോ? അത് ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട അത് ആ അധികാരത്തിൽ വിവേചനം വന്നോ അതൊക്കെ വേറെ ചർച്ചയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ തൂക്കിക്കൊന്നത് അതുകൊണ്ടല്ലേ അതിന്റെ പേരിലുള്ള മുസ്ലിമീങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പ്രതിഷേധം അറിയിക്കുന്നവരുണ്ടാവാം. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല, ഒരാളും തടസ്സപ്പെടുത്തിയിട്ടില്ല. മാധ്യമങ്ങളിലൊക്കെ ചൂടേറിയ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തെ ഒരാളും ഇവിടെ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇതിനെപ്പറ്റിയാണ് അധികാരം എന്ന് പറയുക. അപ്പോ ആ ആയത്ത് വെച്ചിട്ട് ഇവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവര് ഈ മുജാഹിദുകൾ പറഞ്ഞത് സക്കാത്ത് ശേഖരണവും വിതരണവും ഒരു മാർഗരേഖ എന്ന പുസ്തകത്തിൽ അതിന്റെ 12ാമത്തെ പേജിൽ പറയുന്നത് സക്കാത്ത് ശേഖരിക്കുവാൻ ഖലീഫമാർക്ക് മാത്രമേ അധികാരമുള്ളൂ, കമ്മിറ്റിക്ക് അധികാരമില്ല എന്ന് വാദിക്കപ്പെടാറുണ്ട്. അത് ശരിയല്ല എന്ന് എഴുതിയതിനെ അമാനി മൗലവി തന്നെ, അഥവാ മുജാഹിദിന്റെ പ്രാമാണികനും അപ്പോസ്തലനും അവരുടെ നായകനുമായ മരിച്ചുപോയ അമാനി മൗലവി തന്നെ ശക്തമായിട്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പഴയകാല രേഖയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പുതിയ മുജാഹിദ് ഗ്രൂപ്പ് വിപ്ലവം ഉണ്ടാക്കുകയാണ്, പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ വിഷയത്തിൽ അവർ പുതിയൊരു സൈദ്ധാന്തികമായ ആശയപരമായ പുതിയൊരു പിളർപ്പിലേക്ക് കൂടി, തൗഹീദിൽ പിളർന്നതുപോലെ, ഷിർക്കിൽ പിളർന്നതുപോലെ, ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും എന്താണെന്ന് നിർവചിക്കുന്നതിൽ പിളർന്നുകൊണ്ടേയിരിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ 3ാമത്തെ ഘടകമായ സക്കാത്ത് എന്ന സംവിധാനത്തിലും ഇന്നിതാ ഒരു പുതിയ 2015 ജൂലൈയോടുകൂടി പിളർപ്പിന്റെ പുതിയ പടക്കം പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു പിളരണമെന്നോ പിളർന്ന് നശിക്കണമെന്നോ എന്ന് പറയാനല്ല നമ്മളിത് പറയുന്നത്. പക്ഷേ ആശയപരമായിട്ട് എന്തൊന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ ചീത്ത പറഞ്ഞതെങ്കിൽ അല്ലേ, അതേ വിഷയത്തിൽ ഇന്ന് അവരിതാ തമ്മിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോ എന്നിട്ട് അവർ കുറെ ആധുനിക അവരംഗീകരിക്കുന്ന ഗൾഫിലുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തരം വാചകങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് സക്കാത്ത് പിരിച്ചെടുക്കാനുള്ള ബാധ്യതയും അധികാരവും ഭരണാധികാരിക്കാണ് എന്നാണ്. അപ്പൊ പിന്നെ സംഘടനയ്ക്ക് അധികാരമുണ്ടോ? സംഘടനയ്ക്ക് അധികാരമുണ്ടെന്ന് സംഘടനക്കാർ പഠിപ്പിച്ചു. ഇങ്ങനൊരു വാദം വന്നത് സംഘടനാ നേതൃത്വം ഉലുൽ അംറാണെന്ന് പഠിപ്പിച്ചതിന്റെ ഫലമാവാം. കണ്ടോ, സംഘടനയ്ക്ക് അധികാരമില്ല എന്ന് പ്രമാണങ്ങൾ പറയുന്നു, പക്ഷെ അധികാരമുണ്ടെന്ന് സംഘടനക്കാർ, അഥവാ ഇവരുടെ സംഘടനക്കാരെ പറ്റിയാ പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ഇത് സംഘടനാപരമായ വിഷയമല്ല. സക്കാത്ത് എന്നുള്ളത് റിലീഫ് സംഘടനകൾ നടത്തിക്കോട്ടെ,
റിലീഫുകൾ, സംഘടനകൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിൽ സാമ്പത്തികമായ ബാധ്യത എന്ന് പറഞ്ഞാൽ സക്കാത്ത് മാത്രമല്ല. സക്കാത്ത് മുതലിന്റെ ബാധ്യതയാണ്, ഒരിക്കലും മുതലാളിയുടെ ബാധ്യതയല്ല. സക്കാത്ത് മുതലാളിയുടെ ബാധ്യത. മുതലാളിയുടെ ബാധ്യത എന്ന് പറയുന്ന ബാധ്യത ഉണ്ണാനും ഉടുക്കുവാനുമില്ലാത്ത പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാനും അവരുടെ കണ്ണീരൊപ്പാനും വേറെ ബാധ്യതകൾ നൂറുകണക്കിന് ഇസ്ലാമിന് ഇപ്പുറത്ത് വേറെ കാര്യങ്ങളുണ്ട്. ഇസ്ലാമിൽ വ്യയം ചെയ്യപ്പെടേണ്ടുന്ന സർവ്വതും സക്കാത്താണ് എന്നുള്ള തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആശയവാദങ്ങളാണ്, വാദമുഖങ്ങളാണ്, അതിന്റെ പരിണിതികളാണ് എന്റെ സുഹൃത്തുക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൈരുദ്ധ്യങ്ങളിലേക്കൊക്കെ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലുള്ള സാമ്പത്തികമായ ബാധ്യത എന്ന് പറയുന്നത് സക്കാത്ത് മാത്രമല്ല, അതിനപ്പുറം സക്കാത്തിനേക്കാൾ വിശാലമായ ധാരാളം ബാധ്യതകൾ വേറെ കിടക്കുന്നുണ്ട്. അതിവിടെ ചർച്ച ചെയ്യണം, അതിവിടെ പ്രയോഗത്തിൽ വരുത്തണം, അത് നടപ്പിലാക്കണം. അത് ഏറെക്കുറെ പല രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മുടെ റിലീഫുകൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു സുന്നത്തായ ഒരു പരലോകത്ത് പ്രതിഫലം മാത്രം ലഭിക്കുന്ന, അതേസമയത്ത് നിർബന്ധ ബാധ്യതയൊന്നുമല്ലാത്ത, വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല എന്ന രൂപത്തിലുള്ളതല്ല. നമ്മുടെ റിലീഫുകൾ നിർബന്ധമായ ബാധ്യതയാണ്, ഫർള് കിഫയാണ്, സാമൂഹികമായ ബാധ്യതയാണ്. ഒന്നുകൂടി മസ്അലപരമായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ലളിതമായി പറയുകയാണെങ്കിൽ, ഒരു മുതലാളിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു പാവപ്പെട്ടവൻ എനിക്കൊന്ന് ഡോക്ടറെ കാണാൻ ഫീസില്ല, എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി 150 രൂപ ഫീസും മരുന്ന് വാങ്ങാനുള്ള ഒരു 350 രൂപയും ടോട്ടലി 500 രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാണ്, എന്റെ അടുക്കൽ ഞാൻ ഇപ്പൊ തരൂല, വേണമെങ്കിൽ അപ്പുറത്തുള്ളവനോട് പോയി ചോദിച്ചോ എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന വലിയ തെറ്റാണ്, ഹറാമാണ്, നിഷിദ്ധമാണ് എന്നാണ് കൃത്യമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അത് സക്കാത്തല്ല, അത് സാമൂഹികമായ ബാധ്യതയാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായ ബാധ്യതയാണ്. അത് എല്ലാവർക്കും ബാധ്യതമായ കാര്യമൊന്നുമല്ല. ചിലപ്പോ ഏറ്റവും പാവപ്പെട്ടവൻ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേസമയത്ത് ധാരാളം സമ്പത്തുള്ള ആള് പല സന്ദർഭത്തിലും സക്കാത്ത് അയാൾ കൊടുക്കേണ്ടി വരുന്നതുമല്ല. അതേസമയത്ത് സാമൂഹികമായ ബാധ്യത എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഒരു കാര്യമല്ല. അതൊക്കെ ഉദ്ദേശത്തിലും ലക്ഷ്യത്തിലും പ്രയോഗത്തിലും നടപടിയിലും ക്രമത്തിലുമെല്ലാം ഇത് രണ്ടും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അതൊന്നും ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ബേസിക് ആയിട്ട് സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാതെ, അതിനെക്കുറിച്ചുള്ള പണ്ഡിതോചിതമായ അതിന്റെ വിശദാംശങ്ങൾ പഠിക്കാതെ സംഘടന വളർത്താൻ വേണ്ടി സക്കാത്ത് സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. സംഘടന വളർത്താൻ വേണ്ടി. അപ്പോ ഇവര് സംഘടനയ്ക്ക് അധികാരമുണ്ട് എന്ന വാദമാണ്, ആ ഒരു മെസ്സേജാണ് അനുയായികൾക്കിടയിൽ ആദ്യമായിട്ട് നൽകിയത്. ഈ വാദം ഇത് ഔദ്യോഗിക വിഭാഗം KNM മാത്രമല്ല, ഈ വാദത്തിൽ നിന്ന് മടവൂർ വിഭാഗത്തിനും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്നാണ് ഇത് വിമർശകരായ മുജാഹിദുകൾ ആരോപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ ഇസ്ലാഹ് മാസികയുടെ 8ാമത്തെ പേജിൽ പറയാണ്, ഈ വാദം മടവൂർ വിഭാഗം മുജാഹിദിന്റേത് കൂടിയാണ്. കാരണം 2002 പിളർപ്പുണ്ടായത്, അതിനു മുമ്പാണല്ലോ നമ്മൾ ഈ സംവിധാനം തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാ വിഭാഗം മുജാഹിദുകളും ഈ വിഷയത്തിൽ വളരെ പ്രത്യാഘാതമുളവാക്കുന്ന കുറ്റകൃത്യമായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്, അല്ലേ? എന്നിട്ട് പിന്നെ ഇവരുടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. സംഘടനയ്ക്ക് അധികാരമില്ലെങ്കിൽ അനുവാദമുണ്ടോ എന്നുള്ളത്. അധികാരമില്ല എന്ന് സ്ഥാപിച്ചതിന് ശേഷം പിന്നെ പറയുന്നത് അനുവാദമുണ്ട് എന്നാണ്. നേരത്തെ മുരളി എന്ന് പറയുന്ന സഹോദരൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അത് സൂട്ടബിൾ ആകും എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ അത് സൂട്ടബിൾ ആവില്ല എന്ന് ഞാനപ്പോ പറഞ്ഞു. ഇവർ ഈ പുസ്തകത്തിൽ പറയുന്നത് സംഘടനയ്ക്ക് അധികാരമില്ല, അനുവാദമുണ്ട് എന്നാണ്. എന്ന ഹെഡിങ്ങില്, അതിന്റെ തലവാചകത്തിൽ അവർ പറയാണ്, മേൽ പറഞ്ഞതിന്റെ അർത്ഥം സംഘടിത സക്കാത്ത് ഇസ്ലാമിക ഭരണമുള്ളയിടത്ത് മാത്രമേ പാടുള്ളൂ എന്നല്ല, മറിച്ച് അധികാരം ഭരണകൂടത്തിന് മാത്രമാണ് എന്നാണ്. അതായത് ഭരണമില്ലാത്തിടത്തും സംഘടിതമായി, ഇവർ പറയുന്ന സംഘടിതമായി പറയണം കേട്ടോ. സംഘടിതം എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ സംഘടിച്ചുകൊണ്ട് അവകാശികളെ അവർ തന്നെ അവരുടെ ഉത്തരവാദിത്വത്തിലും അവരുടെ അന്വേഷണത്തിലും അവരുടെ അറിവിലും അവരുടെ നടപടിയിലുമായിട്ട് കണ്ടെത്തുകയും നൽകുകയും ചെയ്യുന്ന സംഘടിത രൂപം അല്ല ഇവർ ഉദ്ദേശിക്കുന്ന സംഘടിതം. മറിച്ച് ബാധ്യസ്ഥരായ ആളുകൾ ഏതോ ഒരു ഏജന്റിനെ ഏൽപ്പിക്കുന്നു. ആ ഏജന്റ് പിന്നെ അവരുടെ
പിന്നെ പ്രവർത്തനങ്ങളായിട്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അവര് ആദ്യമായിട്ട് ഇത് ബാങ്കിലിടുക ചെയ്യുക, ബാങ്കുകാർക്ക് ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുക ചെയ്യുക. എന്നിട്ട് അപേക്ഷകരെ നമ്മൾ സാധാരണ പിന്നെ അപേക്ഷിക്കുമല്ലോ ഓഫീസുകളിലൊക്കെ, പഞ്ചായത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും വില്ലേജ് ഓഫീസിലൊക്കെ നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുമല്ലോ, എന്ന മാതിരി അപേക്ഷിക്കണം. എന്നിട്ട് അപേക്ഷ ഇവർ പരിശോധിക്കണം. എന്നിട്ട് ഗ്രൂപ്പിനനുസരിച്ച് ഇത് ഞങ്ങളെ ഗ്രൂപ്പാണെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കൂല. ഈ ഒരു കോലത്തിൽ ഗ്രൂപ്പ് വൽക്കരിക്കപ്പെട്ട ഒരു സംഭവമായിട്ട് മുജാഹിദുകൾ സക്കാത്തിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നാണ് ശക്തമായ തെളിവിന്റെയും ശക്തമായ അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ മുജാഹിദിന്റെ അനുഭവസ്ഥരായ ആളുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത്. പുറത്തുള്ള നമ്മളല്ല ഈ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെയും പുറത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കുന്നവരുമല്ല ഈ പറയുന്നത്. മറിച്ച് മുജാഹിദിന്റെ അകത്ത് അനുഭവിച്ച് അന്തർധാരകളെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ വ്യക്തമായ ഭാഷയിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ മുമ്പേ പറഞ്ഞു പോകുന്ന ആശയത്തിന്റെ അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞു പോകുന്ന ബോധീകരിച്ച കാര്യത്തിന്റെ അതിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ, അതിന്റെ പ്രാമാണികത നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഇവയിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇസ്ലാമിക ഭരണമില്ലാത്തിടത്ത് സക്കാത്ത് ശേഖരണ വിതരണം നടത്തുന്ന സംഘങ്ങളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കൽ അനുവദനീയമാണ് എന്നാണ്. ഇവയിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ ഏവയിൽ നിന്നൊക്കെ? ഒന്ന് ഇബ്നു ബാസ് എന്ന് പറയുന്ന ഒരു ഗൾഫിൽ ഇപ്പൊ മരിച്ചുപോയ ഒരു വഹാബി പണ്ഡിതന്റെ ഒരു ലേഖനം, രണ്ടാമത് കുവൈത്തിലെ ഖിതാഉൽ ഇഫ്താഇന്റെ ഒരു ലേഖനം. ഇങ്ങനെ രണ്ട് ലേഖനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാ പറയുന്നത്. എന്തുകൊണ്ട് സംഘടനകളെ ഏജന്റുമാരാക്കാം? അത് അവർക്ക് അധികാരമില്ലെങ്കിലും അവർക്ക് അനുവാദമുണ്ട് എന്നതിന് ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചില്ലവര്. അല്ലെങ്കിൽ പ്രവാചകന്റെ നടപടി എന്തുകൊണ്ട് ഉദ്ധരിച്ചില്ല? ഖുലഫാ ഉർ റാഷിദുകളുടെ കാലത്ത് വ്യവസ്ഥാപിതമായി നടത്തപ്പെട്ട ഇസ്ലാമിക ഭരണ സംവിധാനത്തിൽ നിന്നൊരു ഒരു ഇതള് എന്തുകൊണ്ട് അവർ മറിച്ചില്ല? എന്നിട്ട് ഇന്നോ ഇന്നലെയോ മരിച്ചുപോയ നമ്മളെ പോലെ ഉള്ള കുറച്ച് ആധുനികരായ കുറച്ച് ആൾക്കാർ, എഴുത്തുകാരായ ആളുകൾ എഴുത്തു നോക്കിയിട്ടാ മതവിധി പറയുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ഇതിൽ നിന്ന് ഖുർആൻ പറയാനില്ല, ഹദീസ് പറയാനില്ല, ഖുലഫാ ഉർ റാഷിദുകളുടെ വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനത്തിലുള്ള നടപടികളുടെ പുറത്തെടുക്കാനില്ല? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവയിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് കാരണം മേൽ പറഞ്ഞ ഒന്നോ രണ്ടോ എഴുത്തുകാരുടെ എഴുത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതാണോ ഇസ്ലാമിന് തെളിവ്? ഇസ്ലാമിൽ അതിന്റെ ആധികാരികത എന്താണ്? അതിന്റെ പ്രാമാണികത എന്നതിന് എഴുത്തുമല്ലാതെ ഒരു എഴുത്ത് എന്നതിൽ കവിന് അതിന് എന്ത് പ്രാമാണികതയാണുള്ളത്? എന്തുകൊണ്ട് ഇവർ വലിയ ഖുർആന്റെ നേരത്തെ സുന്നിസം മുഖരിയിൽ പറഞ്ഞല്ലോ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച ആളുകൾക്ക് ഈ വിഷയത്തിൽ എന്തേ ഖുർആനും ഹദീസും പറയാൻ കഴിയുന്നില്ല എന്റെ സുഹൃത്തുക്കൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോ എന്നിട്ട് പറയാണ്, എന്നാൽ നമ്മൾ പഠിപ്പിച്ചത്, നമ്മൾ പറഞ്ഞ മുജാഹിദുകൾ പഠിപ്പിച്ചത് നിർബന്ധമാണ് എന്നാണ്. സംഘടനകളെ ഏൽപ്പിക്കൽ നിർബന്ധമാണ്. ഖുറാഫികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിയാ പറയുന്നത്, നമ്മളെ സുന്നികളെ പറ്റി പറയുന്നത്. ഖുറാഫികൾ വാദിച്ചത് സംഘങ്ങൾക്ക് നൽകിയാൽ സക്കാത്ത് വീടില്ല എന്നാണ്. എന്നാൽ സംഘങ്ങൾക്ക് അനുവാദമുണ്ട് എന്നാണ് മറ്റൊരു പക്ഷം. ഈ മൂന്ന് നിലപാടുകളിൽ നിന്ന് അഹ്ലുസുന്നത്തിന്റെ നിലപാട് ആദ്യം പറഞ്ഞതാണ് അനുവാദമുണ്ട്. നിർബന്ധമാണെന്നുള്ള മുജാഹിദ് വാദവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടല്ല. പാടില്ല എന്ന് പറയുന്നത് ഖുറാഫികൾ എന്ന് പറഞ്ഞാൽ സുന്നികളെ പറ്റി കളിയാക്കി പറയാണ്. സുന്നികളുടെ വാദവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിന് വിരുദ്ധമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ സംഘങ്ങൾക്ക് അധികാരമില്ല, അനുവാദമുണ്ട്. തെളിവെന്താണ്? ഇബ്നു ബാസിന്റെ എഴുത്ത്. പിന്നെന്താണ് തെളിവ്? കുവൈത്തിലെ ഖിതാഉൽ ഇഫ്താ എന്ന് പറയുന്ന ഒരു ഫത്വ ബോർഡിന്റെ ഒരു ലേഖനവും. ഇതാണ് പറഞ്ഞത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇബ്നു ബാസിന്റെ എഴുത്ത തെളിവ്. ഇത് എത്രത്തോളം ഒരു സത്യവിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? എത്രത്തോളം ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും? ഈ രൂപത്തിൽ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ കബളിപ്പിക്കുകയും ഇവർക്ക് ആവശ്യമായ വിഷയത്തിൽ ഏതോ ഇപ്പൊ ഇന്നോ ഒന്നലെയോ മണ്ണടിഞ്ഞു പോയ ചില ആളുകളുടെ പുസ്തകങ്ങളിലുള്ള ചില വരികൾ ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് വഞ്ചിക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാട്, സാധാരണക്കാരായ മലയാളം മാത്രം അറിയുന്ന അറബിയുടെ കാര്യങ്ങൾ അറിയാത്ത ആളുകൾ എന്ത് വിചാരിക്കും? വലിയ ഉദ്ധരണി പേജ് നമ്പർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ
9,456 എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 9-ാം വാള്യത്തിലെ 456-ാമത്തെ പേജ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ 8 വാള്യം പൂർത്തിയാക്കിയിട്ട് 9 വാള്യത്തിന്റെ 456-ാമത്തെ പേജ് വരെ ഇയാൾ വായിച്ചല്ലോ. ഭയങ്കര പണ്ഡിതൻ. അപ്പൊ ഈ രൂപത്തിൽ വായനക്കാരന്റെ മുമ്പിൽ ഞങ്ങൾ പ്രമാണത്തിന്റെ ആളുകളാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണമല്ലാത്തതിനെ പ്രാമാണികമാക്കുകയും പ്രമാണങ്ങളാക്കുകയും ചെയ്യുന്ന വളരെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ നയിക്കുന്നു, അനുയായികളെ എത്തിക്കുന്നു എന്ന ഒരു സംഗതി കൂടി ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് മുജാഹിദിന്റെ നിലപാട് സുന്നത്തിന്റെ നിലപാടിനെതിരാണ്, ഖുറാഫികളുടെ പിന്നെ ആദ്യം തന്നെ എതിരാണ്. അപ്പൊ മുജാഹിദുകൾ ഇന്നേ വരെ സുന്നികളുടെ വീതി അല്ലെങ്കിൽ ഇവിടെ ആകെ മോശമായിരുന്നു, ഇപ്പൊ ഞങ്ങൾ വന്നപ്പോഴാണ് ഉഷാറായതെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആളുകൾ ഇതുവരെ നടത്തിയതൊക്കെ തട്ടിപ്പാണ്, പ്രമാണ വിരുദ്ധമാണെന്ന് എഴുതുന്നത് ആരാണ്? സത്യധാരയിലോ സുന്നി അഫ്കാറിലോ അല്ലെങ്കിൽ സുപ്രഭാതത്തിലോ അല്ല, മറിച്ച് ഇവരുടെ തന്നെ സ്വന്തം മാസികയായ അൽ ഇസ്ലാഹ് മാസികയുടെ വരികളാണ് ഞാൻ വായിക്കുന്നത്. ഒരിക്കലും തന്നെ ഏറ്റവും ഒരു കുറച്ചില വരുത്താത്ത വിധം. അപ്പൊ ഈ രൂപത്തിൽ അല്ലെ, എന്നിട്ട് പറയാണ് അവരെന്ന് പറഞ്ഞാൽ ഇബ്നു ബാസും കൂട്ടരൊക്കെ മറുപടി നൽകുന്നത് പ്രമാണം കൊണ്ടാണ്. നാം മുജാഹിദുകൾ ന്യായം കണ്ടെത്തുന്നത് അവനവന്റെ ബുദ്ധിയിൽ നിന്നാണ് എന്നതാണ് വ്യത്യാസം. ഇത് നമ്മൾ മുമ്പേ പറയുന്നതല്ലേ, ബുദ്ധിയെ പ്രമാണമാക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് നമ്മൾ മുമ്പേ പറയുന്നത്. ഇന്നിതാ മുജാഹിദുകൾ അവരുടെ സ്വന്തം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ആരോപിച്ചിരിക്കുന്നു അല്ലെ. അതാണ് മുജാഹിദുകൾ സൈദ്ധാന്തികമായിട്ട് അവരിതാ വീണ്ടും ആശയപരമായ പിളർപ്പുകളിലൂടെ അല്ലെ, ആശയപരമായ പിളർപ്പിന്റെ പിളർപ്പുകളുടെ കുത്തിയൊഴുക്കിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ് എന്റെ സുഹൃത്തുക്കളെ. അങ്ങനെ ഇതിന്റെ ഓരോ വരികൾ വായിക്കുകയാണെങ്കിൽ ഇത് കേവലം വ്യക്തിപരമായ സംഘടനാപരമായ പിളർപ്പാണെങ്കിൽ അത് മനുഷ്യന്മാർ സംഘടനകളുടെ ഇടയിൽ പിളർപ്പും തല്ലും വക്കാനും കുത്തും കത്തിക്കുത്തൊക്കെ നടക്കും. അതൊക്കെ മനുഷ്യന്മാര് നടത്തുന്നതാണ്, മനുഷ്യന്മാര് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊന്നും ഇപ്പൊ ഇപ്പൊ നമുക്കൊന്നും ഇപ്പൊ അത് കൺട്രോൾ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കൂല. അതേസമയത്ത് ഇത് ആശയപരമായ പിളർപ്പാണ് പറയുന്നത്, ആദർശപരമായ പിളർപ്പ്. എന്തൊന്നിന്റെ പേരിലാണോ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ മേനിയടിച്ച് നടന്നിരുന്നതെങ്കിൽ ആ ആശയങ്ങളുടെ അതേ പേരിൽ ഇന്ന് അവര് വീണ്ടും തമ്മിൽ തല്ലു തുറന്നിരിക്കുകയാണ്. 2002 ശിർക്ക് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിളർന്നെങ്കിൽ അത് 2007 ഒന്നുകൂടി ശക്തി പ്രാപിച്ചെങ്കിൽ, 2012 2013 അത് അതിന്റെ ഉത്തുംഗത പ്രാപിച്ചെങ്കിൽ 2015 ആ പിളർപ്പിന് പുതിയ മാനങ്ങൾ വരികയാണ്, പുതിയ വിഷയങ്ങൾ വരികയാണ്. ആ വിഷയം തൗഹീദ് ശിർക്ക് എന്നുള്ള ഇസ്ലാമിന്റെ ഒന്നാമത്തെ ആശയത്തിൽ നിന്ന് മാറി നിസ്കാരം കഴിഞ്ഞ് സക്കാത്തിലെത്തിയിരിക്കുകയാണ്. സക്കാത്തിന്റെ വിഷയത്തിൽ ഇതാ പുതിയ പിളർപ്പും പുതിയ പ്രത്യാരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇനി അവര് ഇതിനു വേണ്ടി ഇറക്കിയ തുരുപ്പ് ഷീറ്റുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് പറഞ്ഞിട്ട് വൽ ആമിലീന അലൈഹാ എന്ന് പറയുന്നുണ്ട്. സക്കാത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് സക്കാത്തിന് അർഹതയുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ സക്കാത്ത് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സക്കാത്ത് പിരിച്ചെടുക്കുന്ന നാടുകളിൽ മാത്രമുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെല്ലാം വിശദീകരിച്ചതാണ്. പക്ഷെ ഇവർ പറഞ്ഞെന്താണ്, സംഘടനകളിൽപ്പെട്ട ഇതിനു വേണ്ടി പിരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾക്കും സക്കാത്ത് വാങ്ങാം.